എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ ഒരു സിനിമയാണ് കുരുക്ക് എന്ന് പറയുന്ന സിനിമ. അതിൽ പുതുമുഖ ഒരു നായകനാണ് അഭിനയിച്ചിട്ടുള്ളത്. 1-2 സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നല്ലൊരു റോള് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ ഒരു നായകനായിട്ട് അഭിനയിക്കുന്നത് ഒരു അനിൽ ആൻഡോ എന്ന് പറയുന്ന ഒരു നടനാണ്. ഡയറക്ടർ അഭിജിത്ത് നൂറാണിയുടെ ആദ്യ സിനിമാ സംരംഭവും ആണ് ഇത്. കൂടാതെ കൊല്ലം തുളസി, ബാലാജി ശർമ്മ, പ്രീത പ്രദീപ്, മീര നായർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഏകദേശം 1 മണിക്കൂറും 49 മിനിറ്റുമാണ് ഈ സിനിമയുടെ ഒരു ദൈർഘ്യം. ഇതിൽ ഒരു ചെറിയൊരു സിനിമയാണിത്. ആ സബ്ജക്റ്റിന്, ആ തിരക്കഥയ്ക്കനുസരിച്ചുള്ള ഒരു സംവിധാന മികവും ഇതിൽ കാണാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കഥ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ഫ്ലാറ്റിൽ 2 കൊലപാതകങ്ങൾ നടക്കുന്നു. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അതിൽ ഒരു കൊല നടന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത കൊല നടക്കുന്നത്. അപ്പോൾ പോലീസ് ഈ 2 കൊലയെയും കുറിച്ച് അന്വേഷിക്കുന്നു. അതുകൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 2 കൊലപാതകങ്ങൾ കൂടി നടക്കുന്നു ഈ സിറ്റിയിൽ തന്നെ. അങ്ങനെ പോലീസ് ഈ 4 കൊലയെയും കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇതിൻ്റെ കഥാതന്തു നീണ്ടുപോകുന്നത്. പക്ഷേ പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ്. അതായത് ഫ്ലാറ്റിലുള്ള പലരെയും ചോദ്യം ചെയ്യുന്നു. അതുകൂടാതെ CCTV എല്ലാം ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു തുമ്പ് പോലീസിന് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ലഭിക്കാതാവുമ്പോൾ ഈ വാർത്ത TV-യിൽ വരുന്നു. പൊതുജനം ഇത് ഏറ്റെടുക്കുന്നു. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. അങ്ങനെ മന്ത്രി ഇത് അറിയുന്നു. മന്ത്രിക്ക് അപ്പോൾ കോട്ടം തട്ടുമെന്ന് വിചാരിച്ചിട്ട് മന്ത്രി ഇടപെടുന്നു. അപ്പോൾ മന്ത്രി ഇവർക്ക്, ഈ അന്വേഷണ ടീമിന് ഒരു ടാർഗറ്റ് നിശ്ചയിക്കുന്നു. അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രഷറാകുന്നു. അപ്പോൾ കഥാതന്തു കുറച്ചും കൂടി ഒരു സ്പീഡിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സിനിമയാണ്. ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങൾ ആയിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമ. അതുകൂടാതെ സംവിധായകൻ പുതിയ ആളാണ്. അപ്പോൾ ഈ പുതുമുഖങ്ങൾ ആണെങ്കിൽ കൂടിയും ഇവരുടെ എല്ലാവരുടെയും അഭിനയം നമുക്ക് കൊള്ളാം. ആരും അങ്ങനെ മോശമായ ഒരു അഭിനയ പാഠവും ഒന്നുമില്ല. കൊള്ളാവുന്നതാണ് അഭിനയം എല്ലാതും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ്, ഇൻ്റർവെൽ സമയത്ത് ഒരു അടിപൊളി സസ്പെൻസാണ് ഈ സിനിമയിൽ സംവിധായകർക്ക്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തും സംവിധായകനും ഒരാളാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളത്, അതായത് ഇൻ്റർവെൽ സമയത്ത് ഒരു അടിപൊളി സസ്പെൻസാണ് വെച്ചിട്ടുള്ളത്. കൂടാതെ അവസാന ഭാഗത്ത് പ്രതി ആരാണെന്ന് നമ്മൾക്ക് ഒരു ഊഹം പോലും തരുന്നില്ല. അങ്ങനെയാണ് ആ പ്രതി ആണ് കുറ്റവാളി എന്ന് കണ്ടെത്തുന്നത്. നമുക്ക് ആ കഥയുടെ ഏകദേശം അവസാന നിമിഷം വരെ ആരായിരിക്കും പ്രതി എന്നുള്ളതൊരു നമ്മൾ സങ്കല്പിക്കാത്ത ഒരാളിലേക്കാണ് ഇതെത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൊള്ളാവും എന്ന് പറയാം. ഇതിൽ നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത്, പ്രതിയെ പിടിക്കാൻ പോലീസ് വല വിരിച്ചു എങ്കിൽ പോലും പ്രതിയെ കിട്ടുന്നില്ല. ഒരു തുമ്പും പോലും പോലീസിന് ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ പ്രതികൾ നേരിട്ട് പോലീസിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കൊരു ഇതിൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ള സംഗതികൾ.